ആലപ്പുഴയുടെ വികസന സ്വപ്നങ്ങൾക്ക് ചാരുതയേകിയ പാതിരാമണൽ ഫെസ്റ്റ് സമാപിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ജി. രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയുടെ വികസന സ്വപ്നങ്ങൾക്ക് ചാരുതയേകിയ പാതിരാമണൽ ഫെസ്റ്റ് വർണ്ണോജ്വലമായ ചടങ്ങുകളോടെ സമാപിച്ചു. സമ്മേളനത്തിൽ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ഡി. മഹേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പാതിരാമണൽ ദ്വീപിന്റെ വികസനം ജില്ലയുടെ ടൂറിസം വികസനത്തിൽ നാഴികക്കല്ലാവുമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ജി. രാജേശ്വരി പറഞ്ഞു. പാതിരാമണൽ ദ്വീപിന്റെ വികസനം തടസ്സപ്പെടുത്താൻ നടത്തുന്ന ആസൂത്രിത നീക്കങ്ങൾ ചെറുക്കണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ഡി. മഹേന്ദ്രൻ പറഞ്ഞു. സമീപ മേഖലയിലെ വലിയ സ്ഥാപനങ്ങളിൽ തിരക്ക് കുറയുമെന്ന ഭയമാണ് ദ്വീപിന്റെ വികസനത്തിന് തടസ്സമായി മാറുന്നത്. ഇതെല്ലാം അതിജീവിച്ച് സഞ്ചാരികൾക്ക് രാജപാതയൊരുക്കാൻ പഞ്ചായത്തിന് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു, വൈസ് പ്രസിഡന്റ് N.T. എറജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ C.D. വിശ്വനാഥൻ, P.N. നസീമ, M. ചന്ദ്ര, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ G. സതീഷ് എന്നിവർ പങ്കെടുത്തു. ആ പാതിരാമണൽ ടൂറിസത്തിന്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിന് തനത് വരുമാനം ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു ഇടമായിട്ട് അതിനെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് കഴിയും. സാധാരണഗതിയിൽ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമ്പോൾ ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് എന്ന്. അതിനുള്ള ഒരു ഉദാഹരണമാണ്, അതിനുള്ള ഒരു മറുപടിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചത്. നമ്മുടെ പഞ്ചായത്തുകളുടെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫെസ്റ്റ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആ പാതിരാമണലിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരികയും അതിലൂടെ പഞ്ചായത്തിന്റെ തനത് വരുമാനം ഉറപ്പാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. നിരവധിയായിട്ടുള്ള വിദേശികളെ അടക്കം ആകർഷിക്കുന്ന പ്രകൃതി രമണീയമായിട്ടുള്ള കണ്ണിന് കുളിർമ തരുന്ന ഒട്ടേറെ കാഴ്ചകൾ ഉള്ള ഒരു ഇടമെന്ന നിലയിൽ ആലപ്പുഴയുടെ അനന്ത സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ ജില്ലയിൽ തന്നെ നമുക്ക് ഒരു ഫാമുണ്ട്, ജില്ലാ പഞ്ചായത്തിലെ ഒരു ഫാമുണ്ട്. ആ ഫാമിൽ ഇപ്പോ ജൈവ ടൂറിസത്തിനെ ബേസ് ചെയ്തുകൊണ്ട് വലിയ ഒരു മത്സ്യക്കുളമടക്കം സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആടിനെയും പശുവിനെയും താറാവിനെയും കോഴിയെയും ഒക്കെ വളർത്തുന്ന വലിയൊരു ഫാമാണ്. അവിടെ വിദേശികൾക്ക് വന്ന് ഭക്ഷണം ഉണ്ടാക്കി മീൻ അടക്കം പിടിച്ച് കഴിയാവുന്ന രീതിയിലേക്കുള്ള വലിയൊരു പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു.